അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മോളി എങ്ങനെ തയ്യാറാക്കിയെടുക്കണം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തത് 1/2 kg അയക്കൂറ മീനാണ്. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുത്തത് മിക്സ് ചെയ്യാനെടുത്ത മൺചട്ടിയിലേക്കിട്ട് കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരൽപ്പം തരിയോട് കൂടിയുള്ളത്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഹാഫ് ലെമൺ ജ്യൂസ്, പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം മീനിലേക്ക് പുരട്ടി യോജിപ്പിച്ച് അരമണിക്കൂർ വരെ മാറ്റി വെക്കാം. എന്നിട്ട് ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശാലോ ഫ്രൈ ചെയ്ത് 2 സൈഡും കുക്ക് ചെയ്ത ശേഷം എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. 6 ഏലക്ക, 8 ഗ്രാമ്പു, 3 ചെറിയ പട്ട, 1 വയനില ഇതെല്ലാം ഒന്ന് ഇളക്കി വരുമ്പോൾ തന്നെ 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക് ഇതെല്ലാം മൂപ്പിച്ച ശേഷം ഇതിലേക്ക് 2 സവാള ചേർത്ത് വഴറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചച്ചുവ മാറി വരുമ്പോൾ 2 മീഡിയം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി അധികം സോഫ്റ്റാക്കി വഴറ്റാതെ തന്നെ നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. 1 പിടി കാഷ്യൂ നട്ട് അരച്ചത്, കുറച്ച് മല്ലിയില, ഫ്രൈ ചെയ്ത് വെച്ച മീൻ പീസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ വെക്കാം. അതിനുശേഷം ഒരൽപ്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 4 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചേർത്ത് മൂപ്പിച്ചെടുത്തത് കറിയിലേക്ക് ചേർത്താൽ ഫിഷ് മോളി റെഡി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.